കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രി വേളയിൽ നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ധ്യാനിച്ച് കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനം എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ശക്തിയോടെ വിവിധ പ്രദേശങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്തരായ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്കും സുവിശേഷം എങ്ങനെ കടന്നു ചെന്നു എന്നുള്ളതിൻ്റെ ചരിത്ര വിവരണമാണ് നമ്മൾ ദൈവവചനത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചിന്തിപ്പാനിടയായത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിലൂടെ ശമരിയ പട്ടണത്തെ എങ്ങനെ സുവിശേഷീകരിക്കുവാൻ ഇടയായി എന്നതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഒരു പട്ടണത്തെ മുഴുവനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്താൽ ആകർഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഫിലിപ്പോസിനെ ശമരിയയിൽ ഉപയോഗിക്കുന്നു. ആ സംഭവമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാനിടയായത്. എന്നാൽ ഈ 8-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സമൂഹം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ എങ്ങനെ കർത്താവിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെ കർത്താവിലേക്ക് ഫിലിപ്പോസ് നയിച്ചു എന്ന ഒരു വിവരണമാണ് അതിൻ്റെ 2-ാം ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തൊരു വലിയ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ശമരിയ പട്ടണത്തെ മുഴുവനായിരുന്നെങ്കിൽ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കുന്ന ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് മാസ് ഇവാഞ്ചലിസം, അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടത്തോട് ദൈവവചനം പ്രസംഗിക്കുന്ന രീതി. അതാണ് നമ്മൾ അതിൻ്റെ 1-ാമത്തെ സംഭവത്തിൽ കാണുന്നത്. ഫിലിപ്പോസ് ചെന്ന് ജനത്തോട് ദൈവവചനം പ്രസംഗിക്കുന്നു. ജനമെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ മാനസാന്തരപ്പെടുന്നു, അവർ സ്നാനപ്പെടുന്നു, ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്നു. എന്നാൽ 2-ാം ഭാഗം നമ്മൾ കാണുന്ന അതേ ഫിലിപ്പോസ് തന്നെ യെരുശലേമിൽ നിന്ന് ഗസ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് കടന്നു പോകുന്നു. അവിടെ എത്യോപ്യക്കാരനായ അല്ലെങ്കിൽ എത്യോപ്യക്കാരനായ ഒരു രാജ്ഞിയുടെ ഷണ്ണനായിരുന്ന ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് തിരികെ പോകുമ്പോൾ അവനോട് വ്യക്തിപരമായി സുവിശേഷം പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ വ്യക്തിയും മനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ദൈവ സഭയോട് ചേരുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ പൈതലായി മാറുന്നു. അപ്പോൾ ഈ 2 സംഭവമാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പേഴ്സണൽ ഇവാഞ്ചലിസം എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ഒരു മാതൃകയാണ്. കാരണം യേശു ക്രിസ്തുവും വ്യക്തിപരമായ സുവിശേഷീകരണം നടത്തിയിട്ടുണ്ട്. വലിയ സമൂഹത്തോടും കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കർത്താവിൻ്റെ ശൈലിയായിരുന്നു. 5000 ജനങ്ങൾ, 4000 ജനങ്ങൾ എന്നുള്ള കണക്ക് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവരോട് തിരുവായി മെടിഞ്ഞ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അവരെ പോഷിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ശമരിയക്കാരിയായ ഒരു സ്ത്രീയോട് കർത്താവ് പേഴ്സണലായിട്ട് സുവിശേഷം പങ്കുവെക്കുന്നു. ഒരു വ്യക്തിയോടും കർത്താവ് സുവിശേഷം അറിയിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച കർത്താവിൻ്റെ ജീവിതാനുഭവത്തിലും ഈ 2 കാര്യവും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് മാസ് ഇവാഞ്ചലിസവും പേഴ്സണൽ ഇവാഞ്ചലിസവും എന്നാണ് അതിന് പറയുന്നത്. ഇത് രണ്ടും ഇന്നും ക്രൈസ്തവ കോളത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അനുവർത്തിച്ചു വരുന്ന 2 രീതികളാണ്. നമുക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന സുവിശേഷ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു, വലിയ കൺവെൻഷനുകൾ നടത്തുന്നു, വലിയ ക്രൗഡിനെ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ആ നിലയിൽ നമുക്ക് അതിനെ കാണുവാൻ കഴിയും. അത് യേശുവും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആളാം പ്രതിയായ സുവിശേഷ വേല, അതും കർത്താവ് കാണിച്ച മാതൃകയാണ്, അപ്പോസ്തലന്മാർ കാണിച്ച മാതൃകയാണ്. ഇവിടെ ഫിലിപ്പോസും വാസ്തവത്തിൽ സുവിശേഷത്തിലെ ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ കാണുന്ന ഈ 2 ഉദാഹരണങ്ങളും ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ നമ്മൾ വളരെ അടുത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ 2 പ്രധാന ഉദാഹരണങ്ങളാണ് ആളാം പ്രതി സുവിശേഷ വേലയ്ക്ക്. ആളാം പ്രതി സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഊന്നി പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദലും ഓരോ സുവിശേഷകരാണ്.
നാം എല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളാകണം. അപ്പം നമുക്കൊരു മാതൃക എന്താണ്? എങ്ങനെ ഒരാളോട് നമ്മൾ പലപ്പോഴും പറയുമോ എനിക്കെല്ലാം അറിയത്തില്ലല്ലോ, അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ഈ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചതും ഫിലിപ്പോസ് ഈ ഷണ്ണനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞതും ശരിക്കും നമ്മൾ വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ നമുക്കും ഒരു സുവിശേഷകനായി തീരാം. അതിന് വലിയ തിയോളജി ഒന്നും നമ്മൾ പഠിക്കണ്ട. അവർ ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി. 6-7 കൂട്ടം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ 2 കാര്യങ്ങളും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ മതി. അതാണ് വാസ്തവത്തിൽ ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തിന് ഏറ്റവും കാതലായ 2 ഉദാഹരണങ്ങളാണ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഈ കർത്താവ് ചെയ്തതും ഫിലിപ്പോസ് ചെയ്തതും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചിന്താ വിഷയം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമരിയയിലെ വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം അതിൻ്റെ 26 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് മതി. ഇവിടെ നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് ഒരു ദേശത്തിൻ്റെ വലിയ ഉണർവൊക്കെ കണ്ട്, ശമരിയ എന്ന് പറയുന്ന ദേശം വലിയ ഉണർവൊക്കെ കണ്ടതിന് ശേഷമായിട്ട് ഗസയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നിയോഗം തനിക്ക് ലഭിക്കുന്നു. ആ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഈ 26 മുതൽ 40 വരെയുള്ള 2-ാമത്തെ ഭാഗമാണ് ആളാമൃതിയുള്ള സുവിശേഷ വേലയുടെ ഒരു നല്ല എക്സാമ്പിളും ഫിലിപ്പോസിനെ തുടർന്ന് ദൈവം നടത്തിയതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവരണമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗത്ത് വളരെ സ്പഷ്ടമായിട്ട് എങ്ങനെയാണ് ഫിലിപ്പോസ് ഈ ഷണ്ണനോട് ദൈവരാജ്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്, എങ്ങനെയാണ് പ്രസംഗിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തിയുമായിട്ട് യേശുവിൻ്റെ സുവിശേഷം പങ്കുവെച്ചതെന്നുള്ള ഒരു നല്ല എക്സാമ്പിൾ. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതലാണ്. അവിടെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഫിലിപ്പോസ്. നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവശബ്ദം കേൾക്കണം. അതിൽ ഇവിടെ ഫിലിപ്പോസിനോട് 3 പ്രാവശ്യം നേരിട്ട് കർത്താവ് സംസാരിക്കുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ കാണുന്നത്. 26-ന്റെ ആരംഭം വായിച്ചത് എങ്ങനെയാണ്? അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്തുവാ, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇനിയും 2 ഭാഗത്തിലൂടെ ഇങ്ങനെ ഫിലിപ്പോസിനോട് സംസാരിക്കാൻ. 29-ാം വാക്യം ഒന്ന് വായിക്കാം. 29. ആത്മാവ് ഫിലിപ്പോസിനോട്, നമുക്കറിയാതെ ദൈവത്തിൻ്റെ ആത്മാവാണ്, അല്ലെങ്കിൽ ദൈവമാണ് ഫിലിപ്പോസിനോട് സംസാരിക്കുന്ന ഒരു വിധം ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഇനി അതിൻ്റെ 39-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ. അപ്പോൾ ഈ 3 പാസേജുകൾ നമ്മൾ ഈ വായിക്കുന്ന ചരിത്രത്തിൽ 3 ഇടങ്ങളിൽ നേരിട്ട് ഫിലിപ്പോസിനോട് ദൈവം ഇടപെടുന്ന രീതിയെക്കുറിച്ച് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ഇടപെടുന്ന രീതി. ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ സുവിശേഷകനോട് കർത്താവ് ഇടപെട്ട രീതിയിൽ 3 വാക്യങ്ങൾ നമ്മളുണ്ട്. ഒന്ന് പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞെന്ന് പറയുന്നു. മറ്റൊന്ന് ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞെന്ന് പറയുന്നു. മറ്റൊന്ന് ആത്മാവിൻ്റെ മുമ്പിൽ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ്. അതങ്ങനെ പറയാൻ കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവിടെ മാത്രമേ കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വചനം പഠിക്കുമ്പോൾ. യേശുവിൻ്റെ ആത്മാവെന്ന് 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പാസേജിൽ ഇവിടെ മാത്രമേ കർത്താവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോസ്തല പ്രവൃത്തി. അപ്പം ആ 3 നിലയിൽ ഇടപെട്ട രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കും. അപ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ ശബ്ദം ഫിലിപ്പോസിനുണ്ടായ 3 ഇൻസിഡൻറ്റ് നമ്മൾ വായിച്ചെന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് പല ചിന്തകളുണ്ട്. എങ്ങനെയാണ് ദൈവാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത്? ദൂതൻ ഫിലിപ്പോസിനോട് നേരിട്ട് വന്ന് പറഞ്ഞതാണോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് സംശയമൊന്നുമില്ല. ഇന്നും ദൈവം നമ്മെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ
ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള, അപ്പോൾ യെരുശലേമിന് തെക്കാണ് ഗസ. നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ആ ഭൂപടം മനസ്സിൽ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യെരുശലേം എന്ന് പറയുന്ന നഗരത്തിന് തെക്ക് അല്ലെങ്കിൽ ഏറ്റവും സദേൺ പാർട്ടിലാണ് ഈ ഫിലിസ്തീയ പട്ടണങ്ങളായ ഗസ. അതിലെ പഴയ ഗസയുണ്ട്, പുതിയ ഗസയുണ്ട്. നമ്മളിന്ന് കാണുന്ന ഗസയുമായിട്ട് അതിന് ഒരു പക്ഷേ വ്യത്യാസം കാണാം. എനിവേ, ആ ഗസ എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് പോകാനായിട്ട് ആ പോകുന്ന വഴി, യെരുശലേമിൽ നിന്ന് ഗസ വരെയുള്ള ആ വഴി ഒരു നിർജ്ജന പ്രദേശമാണ്. നിർജ്ജനം എന്ന് പറഞ്ഞാൽ വളരെ ആളില്ലാത്ത ഒരു വിജനമായ പ്രദേശം. അത് യെരുശലേമിൽ നിന്ന് ഗസ വരെ 60 മൈൽ ദൂരമുണ്ട്. 60 മൈൽ, അപ്പോൾ 100 കിലോമീറ്ററിനധികം അല്ലെങ്കിൽ 120 കിലോമീറ്റർ അധികം ദൂരമുള്ളൊരു സ്ഥലം. അത്രയും നിർജ്ജനമായൊരു പ്രദേശത്തൂടെ ഈ ഫിലിപ്പോസിനെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞയക്കുകയാണ്. യെരുശലേമിൽ നിന്ന് എങ്ങോട്ട് പോകണം? തെക്കോട്ട് ഈ നിർജ്ജന പ്രദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു നിയോഗം ലഭിച്ച് ഫിലിപ്പോസ് എന്ത് ചെയ്യാണ്? പോവുകയാണ്. പല പട്ടണങ്ങളിൽ ഇങ്ങനെ ദൈവവചനം പ്രസംഗിച്ച് പൊക്കോണ്ടിരിക്കുന്ന വേളയിൽ ഫിലിപ്പോസിനൊരു നിയോഗം കർത്താവ് നൽകുന്നു, നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. ഇനി ആ ഭാഗത്ത് തന്നെ നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നതായതുകൊണ്ട് 1-2 പദങ്ങളൂടെ, നീ എഴുന്നേറ്റ്, അടുത്ത പദം, നീ എഴുന്നേറ്റ് തെക്കോട്ട് എന്നുള്ള നമുക്കറിയാം. പുതിയ നിയമ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അതിൻ്റെ മൂലഭാഷയിൽ എഴുന്നേറ്റ് തെക്കോട്ട് എന്നുള്ളതിന് ഒരു അർത്ഥം കൊടുത്തിരിക്കുന്ന മധ്യാഹ്നത്തിലെന്നൊരു സമയം കൂടെ ഒരു സമയ സൂചികയുടെ അർത്ഥം കൂടെ അതിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ തെക്കോട്ടെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മൂലഭാഷയിലെ പദത്തിന് മധ്യാഹ്നമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞത് മധ്യാഹ്നത്ത് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയം, നമുക്കറിയാം മധ്യാഹ്നത്തിലെ ആ ചൂട് നമുക്കറിയാം. ആ ചൂട് നല്ല വെയിലുള്ള സമയത്ത് നീ എന്ത് ചെയ്യണമെന്നാ? ഗസയ്ക്ക് പോകണം, നിർജ്ജനമായ ആ സ്ഥലത്തൂടെ നീ പോകണമെന്ന് പറഞ്ഞു എന്നൊരു വ്യാഖ്യാനം അതിനുണ്ട്. അപ്പോൾ ആ ചൂടൊന്നും വകവെക്കാതെ ആ നിർജ്ജന പ്രദേശത്തിലൂടെ ഈ ഫിലിപ്പോസ് ഇങ്ങനെ നടന്നു പോയെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു നിയോഗമാണ് ദൈവം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൂതൻ നൽകുന്നത്. അത് കേട്ട് ആ ചൂടൊന്നും വകവെക്കാതെ കർത്താവിൻ്റെ നിയോഗം അനുസരിച്ച് ആര് പോന്നു? ഫിലിപ്പോസ് യാത്രയാകുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അതിനകത്തുണ്ട്. അങ്ങനെ പുറപ്പെട്ടു ചെല്ലുമ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത് ഈ എത്യോപ്യക്കാരനായ അല്ലെങ്കിൽ ഷണ്ണനുമായിട്ട് സന്ധിക്കുന്ന വാക്യമാണ് അടുത്ത വാക്യം. നമുക്കത് നോക്കാം. എങ്ങനെയാണ് ഈ ഷണ്ണനെ കണ്ടുമുട്ടുന്നത്? അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക എന്ന എത്യോപ്യ രാജ്ഞി, എത്യോപ്യ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എത്യോപ്യ ഇന്നത്തെ നമ്മുടെ എത്യോപ്യ അല്ല, ഇന്നത്തെ സുഡാൻ. ഇപ്പോൾ ആധുനിക ലോകത്തിലെ സുഡാൻ എന്നാണ് പറയപ്പെടുന്നത്. എനിവേ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. കന്നക്ക എന്നവിടെ പറഞ്ഞിരിക്കുന്നതും നമ്മൾ ഫറവോൻ എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ രാജവംശത്തിൻ്റെ ഒരു സ്ഥാനപ്പേരാണ് ഈ കന്നക്ക എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ രാജ്ഞിയുടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെയോ അല്ല, അവരുടെ സ്ഥാനപ്പേരാണ് എന്ന് പറയപ്പെടുന്നു. കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞി, ആ രാജ്ഞിക്കെല്ലാം വരുന്ന ഒരു കോമൺ നെയിമാണ് കന്നക്ക. അവിടെയുള്ള രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും സകല ഭണ്ഡാരത്തിനും ട്രഷറിയുടെ എല്ലാം ചുമതലയുണ്ടായിരുന്ന ഒരു ഹൈ റാങ്ക് ഒഫീഷ്യലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു ആഫ്രിക്കനാണ്, ഒരു സുഡാനിയായ ഒരു ആഫ്രിക്കക്കാരനാണ് എന്നുള്ളതിന് സംശയമില്ല. ആ മനുഷ്യനും നല്ല ഉന്നത റാങ്കിലുണ്ടായിരുന്ന ഈ ഷണ്ണൻ അദ്ദേഹത്തെ ഈ വഴിയിൽ വെച്ച് ആര് കാണുന്നു? ഫിലിപ്പോസ് കണ്ടു എന്നാണ് 27-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത വാക്യം, അവൻ യെരുശലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട്. അപ്പോൾ അവിടെ ഒരു ചിന്തയുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു യഹൂദനല്ല, ഒരു ആഫ്രിക്കക്കാരനാണ്, അന്യജാതിക്കാരനാണ്, എന്തിന് യെരുശലേമിൽ വന്നു എന്നൊരു ചോദ്യമുണ്ട്. 2 നിലകളിലാണ് ഈ സംഭവം ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ, ലൂക്കോസ് ആണല്ലോ ഇത് എഴുതുന്നത്, ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോഴത്തേക്കും ജൂയിഷ് ഡയസ്പോറ അല്ലെങ്കിൽ യഹൂദന്മാർ ചിതറിപ്പോയിരുന്നു. പലയിടങ്ങളിലേക്ക് അവരുടെ പല സ്ഥലങ്ങളിലേക്കും യഹൂദന്മാർ ചിതറിപ്പോകുന്നത് ആരംഭിച്ചിരുന്നു. അങ്ങനെ ഈ സുഡാനിൽ യഹൂദന്മാർ ചെന്നിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ തന്നെ ഈ ഷണ്ണൻ ജനിച്ചതായിരിക്കാം. ജനനം കൊണ്ട് അങ്ങനെ തന്നെ ഒരു യഹൂദനായിരുന്നിരിക്കാം. അല്ലെങ്കിൽ യഹൂദ മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ പ്രോസ്ലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സ്വന്തമായി യഹൂദ മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ വേണം, അല്ലെങ്കിൽ ആ പ്രമാണം അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കണ്ടാൽ അങ്ങനെ
ഒരുവൻ എന്തായിത്തീരാം? യഹൂദ മതം സ്വീകരിക്കാം. അങ്ങനെ ആയിത്തീർന്ന ഒരാൾ, ഈ മതത്തിൽ ആകൃഷ്ടനായി അതിൽ മുന്നോട്ട് വന്ന ഒരാളായിരിക്കാം ഈ ഷണ്ണൻ. അങ്ങനെ യെരുശലേമിൽ ഒരു പെരുന്നാളിനായിട്ട് അദ്ദേഹവും കടന്നുപോയതാണ്. അങ്ങനെയാണ് അദ്ദേഹം യെരുശലേമിൽ നമസ്കരിപ്പാൻ, വർഷിപ്പ് ചെയ്യാൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്ന് മടങ്ങിപ്പോകയിൽ തേലിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. നോക്കുക, അപ്പൊ തിരിച്ചു പോകുന്നു. നമുക്ക് ആ ഒരു ചിന്ത നമ്മളിൽ വരിക. അദ്ദേഹം അവിടെ വന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ അദ്ദേഹം തേരെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ തേരെന്ന് കേൾക്കുമ്പോൾ, പഴയ ഈ ബൈബിളിലെ തേരെന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെ തന്നെ നമ്മുടെ ഭാഷയിൽ തേരെന്ന് കേൾക്കുമ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു വലിയ, അന്നത്തെ കാലത്തെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ള ചിന്ത നമുക്ക് വരാം. അപ്പോൾ അതിനൊരു ചിന്ത അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ യുദ്ധത്തിന്റെ ഒരു തേരെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കാളവണ്ടി പോലൊരു വണ്ടി ആയിരിക്കും, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വണ്ടി എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഫിലിപ്പോസിന് അതിനോട് ചേർന്ന് നടക്കാൻ പറ്റിയ അതുകൊണ്ടല്ല. അല്ലെ വലിയ കുതിര കെട്ടിയ വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും ചെല്ലാനൊക്കത്തില്ലല്ലോ. അപ്പോൾ സാധാരണ ഒരു യാത്രയ്ക്ക് അന്ന് ഉപയോഗിച്ചൊരു വണ്ടി, ആ തേരിലിരുന്നു കൊണ്ട് അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, നമ്മുടെ കൂട്ടൊരു പുസ്തകമല്ല, സ്ക്രോളാണെന്ന്, പ്രതികളാണ് അല്ലെങ്കിൽ ചുരുളുകളാണ്. ഇത് എവിടെ നിന്ന് ലഭിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെരുന്നാളിന് പോകുമ്പോൾ നമ്മൾ ഓരോന്നൊക്കെ മേടിക്കുമല്ലേ. കുമ്മനാട്ട് പോകുമ്പോൾ നമ്മൾ കുറേ ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെ പോയി അവിടുന്ന് ഒരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഒരു സ്ക്രോൾ അവിടുന്ന് മേടിച്ചതായിരിക്കും, യെരുശലേമിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പോകുന്ന വഴിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ത് ചെയ്യായിരുന്നു? വായിക്കുകയായിരുന്നു. ഇവിടെയാണ് രണ്ടാമത് ആത്മാവ് ഫിലിപ്പോസിനോട്, അപ്പൊ ഫിലിപ്പോസ് ആ വഴിയിലുണ്ട്, ഈ തേര് പോകുന്ന നിർജ്ജനമായ പ്രദേശത്ത് ഫിലിപ്പോസ് ഉണ്ട്. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ ആദ്യം മുഖവിര പറഞ്ഞു, ഇത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലുള്ള 2 പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ എക്സാമ്പിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവായ യേശു ക്രിസ്തുവും ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏകമായ ഒരു നല്ല എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് പുതിയ നിയമം നൽകിയിരിക്കുന്ന 2 അനുഗ്രഹിക്കപ്പെട്ട ഉദാഹരണങ്ങളാണ്. അത് നമുക്ക് സ്വീകാര്യമായ ഏറ്റവും നല്ല 2 അനുഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി. അപ്പം ആ നിലയിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കുക. അങ്ങനെ ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്ന് നടക്കുകയാണ്. 30-ാം വാക്യം. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അപ്പൊ ഈ തേരിലിരുന്നുകൊണ്ട് ഈ ഷണ്ണനിങ്ങനെ വായിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചും പറയുന്നത് അന്നത്തെ കാലത്ത് വായിക്കുന്നവരെല്ലാം ശബ്ദം ഉയർത്തിയാണ് വായിക്കുന്നത്. അങ്ങനെ ഒരു രീതിയായിരുന്നു. പൊതുവെ ആളുകൾ അന്ന് വായിച്ചുകൊണ്ടിരുന്നത് ശബ്ദം ഉയർത്തിയായിരുന്നു, ശബ്ദമെടുത്താണ് വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നിങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഇത് ഫിലിപ്പോസ് കേൾക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഒരു കുശല ചോദ്യം പോലെ ഈ കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നടക്കുന്ന ഈ ഫിലിപ്പോസ് ചോദിക്കുക, നീ വായിക്കുന്നുണ്ടോ, എല്ലാം ഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. തിരിച്ച് ഈ ഷണ്ണനായ മനുഷ്യൻ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു, റിക്വസ്റ്റ് ചെയ്തു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. നമുക്കറിയാം ആ ഭാഗം ഏതാണ്? യെശയ്യാപ്രവചനം 53-ാം അധ്യായമാണ്. ഒന്നുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ അതിൻ്റെ 7-8 വാക്യങ്ങളാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്ന നിന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായു തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയിൽ ആർ വിവരിക്കും, ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അപ്പോൾ ന്യായം കിട്ടാതെ ഉപദ്രവിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഒരു ദാസൻ ഒരു 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 ഭാഗം വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നീതി ന്യായം ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇതാരെക്കുറിച്ചാ? അപ്പം ഷണ്ണന് തോന്നുന്നു ഇതാരെക്കുറിച്ചാണ് ഈ പറയുന്നേ? നമ്മൾ ഇങ്ങനെ ഊഹിക്കുന്ന ഒരു പക്ഷേ ഷണ്ണൻ ഒരു യഹൂദനായിരിക്കാം, അല്ലെങ്കിൽ യഹൂദ മതം സ്വീകരിച്ച ആളായിരിക്കാം. എന്നാൽ യഹൂദ മതത്തിലും അന്ന് കഷ്ടപ്പെടുന്ന ഒരു മഷിയായെക്കുറിച്ചുള്ള ഒരു ചിന്തനമില്ല, ദർശനം അന്നില്ല എന്ന് നമ്മൾ ഓർക്കണം.
പിന്നെ അതുകൊണ്ടായിരിക്കാം ഈ ആള് ചോദിക്കുകയാണ്, ഷണ്ണൻ ചോദിക്കുകയാണ്, ഇത് ആരെക്കുറിച്ച്? ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു ദാസൻ, നീതി കിട്ടാത്തൊരാൾ, അദ്ദേഹത്തിൻ്റെ ജീവനെ എടുത്തു കളയുന്നു. അറക്കാൻ കൊണ്ടുപോകുന്നിടത്ത് ഒരു ആട് പോകുന്ന പോലെ നീതി കിട്ടാത്തൊരു മനുഷ്യൻ, ഇതാരെക്കുറിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുന്നു, ഇത് പ്രവാചകൻ. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. എന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, ഈ തിരുവെഴുത്ത് ആധാരമാക്കി, ഈ യെശയ്യാ പ്രവചനത്തിലെ ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പൊ ആ പഴയ നിയമ ഭാഗം എടുത്ത് അത് യേശുവിനെ കുറിച്ചാണെന്ന് ഫിലിപ്പോസിന് എങ്ങനെ ബോധ്യമായി? നമുക്കറിയാം, പുതിയ നിയമ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ, നമുക്കറിയാം, പത്രോസിന്റെ പ്രസംഗങ്ങളിലുമൊക്കെ പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, യഹൂദ മതത്തിൽ അങ്ങനെ കഷ്ടപ്പെടുന്നൊരു മശിഹയില്ല, അങ്ങനെ ഒരു ചിന്താഗതിയില്ല അവർക്ക്. പിന്നെ എങ്ങനെ ഇവർക്ക് ഈ ഫിലിപ്പോസിന് ഇത് ലഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് ആരംഭിച്ചത് കർത്താവ് തന്നെയാണ്. കർത്താവിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ എടുത്ത് നോക്കിയാൽ അവിടെ പല വാക്യങ്ങൾ അതിനുണ്ടെങ്കിൽ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി താണിറങ്ങി വന്ന് തൻ്റെ ജീവനെ അർപ്പിക്കുന്ന ദാസൻ എന്നുള്ള ചിന്ത അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചോ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം നമുക്ക് പരിചിതമാണ്. 14-ാം അധ്യായം 24, മർക്കോസ് 10-ന്റെ 45-ാം വാക്യം ഒന്ന് വായിക്കാമോ? 14-ന്റെ 24 ഒന്ന് വായിച്ചാട്ടെ അതിനോട് ചേർന്ന്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ, അപ്പം മറുവിലയായി തീരുന്ന ഒരാളെ കുറിച്ച് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഇവിടെ നിന്നാണ് ശിഷ്യന്മാർക്ക് ഈ വെളിപ്പാട് ലഭിച്ചത്. 14-ന്റെ 24 മുതൽ ചില വാക്കുകൾ വായിച്ചു. മർക്കോസ് 14-ന്റെ 24 മുതൽ. അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി എൻ്റെ രക്തം. അവിടെയും നമ്മൾ കർത്താവ് ഇതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പ്രാണനെ നൽകുന്ന, ജീവനെ നൽകി വീണ്ടെടുക്കുവാനായി വന്ന ഒരു മശിഹയെക്കുറിച്ചുള്ള ശരിയായ ഒരു ദർശനം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കർത്താവ് തന്നെയാണ് ഇത് തുടങ്ങി. ഇതിൽ നിന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ഈ മശിഹ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകാൻ വന്നതാണെന്നുള്ള ചിന്ത യഹൂദമതത്തിൻ്റെ എല്ലാം മറിച്ച് കർത്താവ് തന്നെ ഈ വേദഭാഗങ്ങളെ വ്യാഖ്യാനിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. അത് ശിഷ്യന്മാർക്ക് അങ്ങനെയാണ് ഫിലിപ്പോസ് അത് മനസ്സിലാക്കുന്നു. ഫിലിപ്പോസ് ഈ യെശയ്യാ പ്രവചനത്തിലെ ഈ വേദഭാഗം ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനോട് അറിയിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പൊ തേരിലിരുന്നു കൊണ്ട് ഈ വായിച്ച വേദഭാഗത്തെ ആസ്പദമാക്കി ഈ കാര്യങ്ങൾ അവനോട് പറയുകയാണ്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആ ഷണ്ണനെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു, ഒരു തിരുവെഴുത്ത് തൻ്റെ കയ്യിൽ ലഭിക്കുന്നു, അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തിരുവെഴുത്ത് തന്നെ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അന്ന് നിലവിലിരുന്ന അവർക്ക് ലഭ്യമായിരുന്ന തിരുവെഴുത്ത് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം തന്നെ അദ്ദേഹം വായിക്കുന്നു. അത് സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്ക് അവൻ വന്ന് മാനവജാതിക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ ഭാഗം തന്നെ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ വളരെ തുറന്ന മനസ്സോടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവചനത്തോടുള്ള മനോഭാവത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതായ ഒരു ഉത്തമ ഉദാഹരണമായി പലരും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതായത് ദൈവവചനത്തിലെ പല കാര്യങ്ങളും നമുക്ക് പൊരുൾ തിരിച്ചു തരുവാൻ ഒരാളുടെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ് ഇന്ന്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു അബദ്ധധാരണയാണ്. എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഏറെ പക്കം. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം നമ്മൾ നോക്കിയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ദാനങ്ങളാണ്. ഒന്ന് ദൈവവചനവും അത് പഠിപ്പിക്കുന്ന അധ്യാപകരും, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെയും ഒക്കെ നമുക്ക് കാലാകാലങ്ങളിൽ ദൈവം നൽകിയത്
നമുക്കത് പൊരുൾ തിരിച്ചു തരുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന 2 അനുഗ്രഹിക്കപ്പെട്ട ദാനങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമുക്കത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ പൊരുൾ അത് തിരിച്ച് നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവം ഇവിടെ ഫിലിപ്പോസിനോട് അല്ലെങ്കിൽ ഷണ്ണനോട് കരുണ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ വചനവും തനിക്ക് ലഭിച്ചു. അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു അധ്യാപകനെയും ദൈവം അവിടെ ഒരുക്കി. പരിശുദ്ധാത്മാവ് 2 പേരുടെ ഹൃദയത്തെ ഒരുക്കിയത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഷണ്ണന് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായത്. നമുക്ക് സംശയമൊന്നുമില്ല കാര്യത്തിൽ. അങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ ഭാഗം ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ സംഭവത്തോടൊരു അതിൻ്റെ സ്ട്രക്ചറിനോട് സമാനമായൊരു സംഭവം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ചിന്തയിൽ വെക്കുന്നത് നല്ലതാണ്. 24-ാം അധ്യായം 13 മുതലൊന്ന് വായിക്കാമോ? ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇതുപോലെ സമാനമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24-13 മുതൽ. ആ ആ ആ ആ അന്ന് 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള യാത്രയിൽ പോകുന്ന വഴിക്ക് യെരുശലേമിൽ സംഭവിച്ച കാര്യം എന്താണെന്നറിയാം. നമുക്ക് ആ ഭാഗം അറിയാം. പോകുന്ന വഴിക്ക് വായിച്ചു ഇരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവർ ഈ കാര്യത്തെക്കുറിച്ച് യേശുവിൻ്റെ സംഭവമാണ് അവർ സംസാരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയുമില്ല. അവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം പറഞ്ഞ് അങ്ങ് തർക്കമായി. തർക്കം ഉണ്ടാകുന്ന നമുക്കറിയാം. ഒരാൾ പറയുന്ന ഒരാൾ അനുസരിക്കാതെ വരുമ്പോഴാണല്ലോ തർക്കമുള്ളത്. 2 പേരും കൂടെ അങ്ങ് തർക്കമായി. അങ്ങനെ തർക്കിച്ചും വാദിച്ചും മുന്നോട്ട് പോകുമ്പോൾ അപരിചിതനായ ഒരാളെന്ന് വേണേൽ പറയാം. കാരണം അവർക്ക് അന്നേരം യേശുവാണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊരാള് അടുത്തു വന്ന് അവരോട് ചേർന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ലൂക്കോസ് 8-ാം അധ്യായത്തിന് ഫിലിപ്പോസിന്റെ കാര്യം ഇതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. ആ തേരിനോട് ചേർന്ന് നടന്നു. ഇത് 2 ലൂക്കോസാണ് എഴുതുന്നത്. നമ്മുടെ പഠനമായതുകൊണ്ട് ഞാനത് ഓർപ്പിച്ചതേ ഉള്ളൂ. ചേർന്ന് നടന്നു. അവിടെ എന്താ സംഭവിച്ചേ? നിരോധിച്ചിരുന്നു. അവൻ അവരോട് ഈ വാദിക്കുന്ന കാര്യം എന്ത്? അവർ വാടിയ മുഖത്തോട് അവർക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. തമ്മിൽ വാദിക്കുന്നതല്ലാതെ ഒരു കൺക്ലൂഷനിൽ വരാൻ അവർക്ക് പറ്റുന്നില്ല. ഉടനെ ഈ സംഭവിച്ച കാര്യം നീ അറിയാതിരിക്കുന്നോ എന്ന് ചോദിച്ചിട്ട് ഏതെന്ന് അവൻ അവരോട് ചോദിച്ചു. എന്തായിരുന്നു സംഭവം? നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത്. ക്രൂശിച്ചു. ഇന്ന് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ചാണ് ഇവർ തർക്കിച്ചും വാദിച്ചും. നമ്മളോട് കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പം തിരിച്ച് വേറെ അഭിപ്രായം മറ്റൊരാൾ പറഞ്ഞു കാണും. ചുരുക്കി പറഞ്ഞാൽ കർത്താവിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇവർ തർക്കിച്ചും വാദിച്ചും പോകുന്നത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അവർക്കൊന്നും എന്ത് പറ്റുന്നില്ല, ഒരേക അഭിപ്രായത്തിൽ വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് കർത്താവ് എങ്ങനെയാണ് ആ വിഷയം പരിഹരിച്ചത്? അടുത്ത വാചകം വായിച്ചിട്ട് വിടാതെ. അടുത്ത വാക്യം നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അവൻ അവരോട്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് അവിടെ അക്ഷരികമായൊരു പുസ്തകമില്ലെന്നേ ഉള്ളൂ. സാക്ഷാൽ കർത്താവിന് ഇതെല്ലാം കാണപ്പെടാൻ അറിയാമായിരുന്നല്ലോ അല്ലേ? അതുകൊണ്ടായിരിക്കാം അവിടെ ഒരു സ്ക്രോൾ ഇല്ലായിരുന്നേ ഉള്ളൂ. പക്ഷേ കർത്താവ് ശരിക്കും ഒരു ബൈബിൾ സ്റ്റഡി അവർക്കങ്ങ് ചെയ്തു. നമ്മുടെ കൂട്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ടല്ലായിരുന്നുള്ളൂ. അവരും യാത്രയിലാണ്. കർത്താവ് അവരോട് നടന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് ഒരു വ്യാഖ്യാന
പ്രസംഗം കർത്താവ് കൂടെ നടന്നു. അതിനുശേഷം നമുക്കറിയാൻ പോകുന്ന വഴിയിൽ കർത്താവരോടൊപ്പം കർത്താവിനെ അവർ ക്ഷണിക്കുന്നു. അങ്ങനെ കർത്താവരോടുകൂടെ താമസിക്കാൻ പോകുന്നു. അവിടെ വെച്ച് അപ്പം നുറുക്കി കൊടുക്കുന്നു ഒക്കെ നമുക്ക്. അപ്പോൾ ഇവിടെയും ലൂക്കോസ് ഈ ഫിലിപ്പോസ് ചെയ്ത ഈ സമാനമായ ഒരു അനുഭവമായിട്ടാണ്, അല്ലെങ്കിൽ കർത്താവ് ചെയ്ത ആ അനുഭവത്തോട് സമാനമായ ഒരു ഇൻസിഡൻ്റായിട്ടാണ് ഇതും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യക്തികളോടുകൂടെ ചേർന്ന് നടന്ന് തിരുവഴുത്തുകളിൽ നിന്ന് യേശുവിനെ കുറിച്ചുള്ള കാര്യം, അല്ലെങ്കിൽ തിരുവഴുത്തുകളിൽ നിന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം അവർക്ക് വളരെ വ്യക്തമാക്കി അവരുടെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ രണ്ട് ഇൻസിഡൻറ്റുമായി ഒരു ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ സ്ട്രക്ചറിൽ വളരെ സാമ്യമുണ്ട്. അതുകൊണ്ട് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. രണ്ടും ലൂക്കോസ് തന്നെയാണ് രേഖപ്പെടുത്തി. നമുക്കിനി മടങ്ങി വരാം, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങിയാൽ ഇവിടെ ഫിലിപ്പോസ് അങ്ങനെ ഈ ഷണ്ണനോട് യെശയ്യാപ്രവചനത്തിലെ ഈ വേദഭാഗം അടിസ്ഥാനമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങിയെന്നാണ് 35-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയത്. അങ്ങനെ സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന വേളയിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരുവെഴുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ തിരുവചന ഭാഗം ആസ്പദമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പോൾ ഒറ്റ വാക്കിൽ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ യേശുവാണ് സുവിശേഷം, അല്ലേ? യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതാണ് സുവിശേഷം. വളരെ സിമ്പിളാണ്. കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതാണ് സുവിശേഷം. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഷണ്ണനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പഴയ നിയമ ന്യായപ്രമാണത്തിൽ ഷണ്ണന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കരുതാത്തവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരാണ് ഷണ്ണന്മാർ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23-ാം അധ്യായം നോക്കി, 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഷണ്ണന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പ്രകാരം പ്രവേശനമില്ല, പ്രവേശിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഇവിടെ സുവിശേഷം ഫിലിപ്പോസ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ശമരിയ ജാതി ഒരു സങ്കരജാതിയാണ്. യഹൂദനുമല്ല, എന്നാൽ ജാതിയനുമല്ല. ആ സങ്കരജാതിയോട് സുവിശേഷം അറിയിച്ച് അവർ രക്ഷയിലേക്ക് പട്ടണം മുഴുവനും വന്ന് സന്തോഷിക്കുന്ന കാര്യം പറഞ്ഞേച്ചാണ് യഹോവയുടെ ന്യായപ്രമാണം വിലക്കിയിരുന്ന ഈ ഷണ്ണൻ്റെ അടുക്കിലേക്കും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കടന്നു ചെല്ലുകയാണ്, ഇല്ലേ? 23-1 അങ്ങനെ വായിക്കുന്നില്ലേ? 23-1 ആവർത്തനം? ആ ആ ആ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് ന്യായപ്രമാണത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ഷണ്ണനെ കുറിച്ച് പറയുന്ന 1-2 ഉദ്ധരണികളോട് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ്. 56-ാം അധ്യായത്തിൽ നോക്കാമോ? യെശയ്യാപ്രവചനം 56-ന്റെ 3 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ പ്രവാചകൻ ശബത്തിനെ ആചരിക്കാൻ, അല്ലെങ്കിൽ യഹോവ കൊടുത്ത ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കാൻ മനസ്സുവെക്കുന്ന ഷണ്ണന്മാർക്ക് വീണ്ടും അവർക്ക് ആലയത്തിൽ പ്രവേശനം അനുവദിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അത് 56-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 3 മുതൽ ഒന്ന് വായിച്ചേ. ആ ആ ആ ആ എന്ന് പറയരുത്, ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം. അപ്പൊ നോക്കുക, യെശയ്യാവ് മുഖാന്തരം പിന്നീട് പ്രവചനാത്മാവിൽ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കൽ നിഷേധിക്കപ്പെട്ടിരുന്ന ഈ ഷണ്ണനും യഹോവയുടെ സന്നിധിയിലേക്ക് പ്രവേശനം കൊടുക്കുന്ന ഒരു പ്രവചനം യെശയ്യാപ്രവചനത്തിൽ കിടപ്പുണ്ട്. നോക്കുക, എന്ന് ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് അവൻ പറയരുത്. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ അതാണ്, എന്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണൻ മതി. അതാ വ്യവസ്ഥ. അപ്പൊ നോക്കുക, ദൈവരാജ്യത്തിലേക്കുള്ള അവരുടെ വീണ്ടുമുള്ള പ്രവേശനം അത് സുവിശേഷത്തിലൂടെ സാധ്യമാകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അതാണ്. അപ്പം അതൊരു പ്രവചന നിവൃത്തിയും കൂടെയാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഫിലിപ്പോസ് ഈ ഷണ്ണനോട് ദൈവരാജ്യത്തെ പങ്കുവെക്കുമ്പോൾ നമ്മൾ 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ എന്ത് ചെയ്യുന്നു? ആ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നു. അവർ ഇങ്ങനെ വഴി പോവുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ അങ്ങോട്ട് പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നിശ്ചയമായിട്ടും ഫിലിപ്പോസ് ഈ പഴയ നിയമത്തിലെ ഉദ്ധരണിയെ എടുത്തുകൊണ്ട് അത് സാക്ഷാൽ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സന്ദേശമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, ഒരു തീരുമാനത്തിലേക്ക് ആ ഷണ്ണനെ നയിക്കുന്നതിൽ ഫിലിപ്പോസോട് വിജയിക്കുകയാണ്. ശരിയായ ആ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു തീരുമാനത്തിലേക്ക് അവനെ നയിക്കുവാൻ തക്കവണ്ണം ഫിലിപ്പോസിന് ഇടയായി തീരുന്നു എന്നുള്ളത്
വ്യക്തിപരമായ ആളം പ്രതിയുള്ള സുവിശേഷ വേലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തുന്നു, ക്ഷണം ചോദിക്കുന്നു, ഇതാ ഞാൻ സ്നാനമേൽക്കുന്നതിന്. അപ്പോൾ അവിടെ നിന്നല്ല നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നേരായ സുവിശേഷം പറയുന്നിടത്ത് എന്തുണ്ട്? ഒരു സ്നാനമുണ്ട്. രക്ഷയും സ്നാനവും ഇതൊക്കെ അവിടെ നിശ്ചയമായിട്ടും ഈ ഫിലിപ്പോസ് ഷണ്ണനുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്ന രണ്ടുപേരെയും ആ നിലയിൽ ദൈവം ഒരുക്കിയതാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് തിരിച്ചു പറയുന്ന മറുപടി ഇതാണ്. അതിന് ഫിലിപ്പോസ്, നീ 37-ാം വാക്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് അതൊരു ബ്രാക്കറ്റിലാണോ കിടക്കുന്നത്? ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ഈ പുതിയ നിയമ പുസ്തകത്തിൽ ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്, ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം ഏർലി മാനുസ്ക്രിപ്റ്റ്, അതായത് ആദ്യങ്ങൾ ഉണ്ടായിരുന്ന കയ്യെഴുത്ത് പ്രതികളിൽ ചിലതിൽ ഇത് അപ്രത്യക്ഷമാണ്. ഇങ്ങനെയൊരു വാക്യമില്ല. അതുകൊണ്ടാണ് പിന്നീട് മലയാളത്തിലൊക്കെ വന്നപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരത് ബ്രാക്കറ്റിൽ ഇട്ടെന്നേ ഉള്ളൂ. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിലുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് പിന്നീട് 2-ാം നൂറ്റാണ്ടിൽ അത് എഴുതി ചേർത്തതാണ്. കാരണം സ്നാനപ്പെടുന്ന ആളിനോട് ചോദിക്കുന്ന ഒരു വാചകമായി പിന്നീട് ദൈവസഭ അത് സ്വീകരിച്ചതുകൊണ്ട് പിന്നീട് അത് എഴുതി ചേർത്തതാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ദൈവവചനം അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ ബ്രാക്കറ്റ് അവിടെ ഇട്ടിരിക്കുന്നത്. വെറുതെ വന്നതല്ല ബ്രാക്കറ്റ്. അങ്ങനെ ചില കയ്യെഴുത്ത് പ്രതികൾ അതില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് 2-ാം നൂറ്റാണ്ടിൽ അത് പിന്നീട് അത് ഉൾപ്പെടുത്തിയതാണെന്ന് കരുതുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അവിടെ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പോസ് അവനോട് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോൾ അതൊരു ചോദ്യമാണ്. സാധാരണയായി നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ വ്യക്തി വിശ്വസിച്ച്, അതിന് മറ്റു വേദഭാഗങ്ങളൊക്കെ നമുക്ക് ആധാരമായിട്ട് സുവിശേഷങ്ങളുണ്ട്. കർത്താവ് അങ്ങനെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുക. അപ്പോൾ ആ വിശ്വാസം അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നു, അവൻ്റെ ഹൃദയത്തിൽ അത് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് പറയുമ്പോൾ നമ്മളിതിന് മുമ്പുള്ളൊരു ഇൻസിഡൻ്റ് കൂടെ, അല്ലെങ്കിൽ ഈ 8-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാരാണെന്നറിയാമോ? ശിമോൻ എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹവും സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് പിന്നീട് അതേ അധ്യായത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലെന്ന് ഫിലിപ്പോസിന് പറയേണ്ട വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് തമ്മിൽ ചേർത്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാണ് ഫിലിപ്പോസ്. നീ പൂർണ്ണ ഹൃദയത്തോടെ, നിന്റെ ഹൃദയം അതിനകത്തുണ്ടോ? നീ പൂർണ്ണ ഹൃദയത്തോടാണോ ഇത് വിശ്വസിക്കുന്നതെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ്, അവർ ഇരുവരും തേര് നിർത്തുവാൻ കൽപ്പിക്കുന്നു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കിട്ടി. നമ്മുടെ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു വേദഭാഗമാണിത്. ക്രിസ്തീയ സ്നാനം മുഴുകൽ സ്നാനമായിരുന്നെന്നും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ അനുഗ്രഹീതമായ ഒരു എക്സാമ്പിളാണിത്. എന്നാൽ അതിന് എതിർവാദങ്ങളുമുണ്ട്. അതല്ലാതെ പറയുന്ന വാദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്നത് ആരംഭകാലങ്ങളിലും സുവിശേഷം ആദ്യമായി കേട്ട് വരുന്ന വ്യക്തികൾ, അത് വിജാതീയരാകാം, ആരും ആയിക്കൊള്ളട്ടെ, വരുന്ന വ്യക്തികളെ സ്നാനപ്പെടുത്തി സ്വീകരിക്കുന്ന ഒരു രീതിയായിരുന്നു ആദിമസഭയ്ക്കുണ്ടായിരുന്നെന്ന് അവർ വാദിക്കുന്നു. അത് ശിശുവാണെന്നോ ഒന്നും നോക്കാറില്ല. ആദ്യമായിട്ട് സുവിശേഷം കേട്ട് വരുന്ന ഒരാളെ സ്നാനപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനവർ കൊടുക്കുന്ന ഒരു മറുപടി, അവിടെ കൊടുത്തിരിക്കുന്നത് അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഒരാളെ സ്നാനപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പം അവർ പറയുന്നത് അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു മുഴുകൽ സ്നാനത്തിൻ്റെ തെളിവാണിതെങ്കിൽ അവർ വാദിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും കൂടെ പറഞ്ഞിരിക്കുന്ന വാചകമാണ്, അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ അവർ പറയുന്നത് അവർ രണ്ടുപേരും വെള്ളത്തിൽ എന്ത് ചെയ്ത് കാണും? അവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരാളെ മുക്കിയെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി, രണ്ടുപേരും കൂടെ അങ്ങ്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അവരൊരു എതിർവാദം പറയാനായിട്ട് പറയുന്നത് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ അതേ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എതിർവാദം പറയാൻ വേണ്ടി അവർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഫിലിപ്പോസ് നിശ്ചയമായിട്ടും ആരെ സ്നാനപ്പെടുത്തി കാണും? ഷണ്ണനെ മുഴുകൽ സ്നാനം നൽകി കാണും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. ശിശു സ്നാനത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത് പിന്നീട് കുടുംബമായിട്ട് വിശ്വാസത്തിൽ വരുന്നവരെ, കുഞ്ഞുങ്ങളെ ദൈവസഭ എന്നൊരു ആത്മീയ അന്തരീക്ഷത്തിൽ അവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കുന്നവർ, അവർ മാമോദീസ അല്ലെങ്കിൽ ശിശുസ്നാനം സ്വീകരിച്ച് വരുന്നവർ ആത്മീയമായ ഒരു കുടുംബത്തിൽ അവർ വളർന്ന് മുമ്പോട്ട് വരണം, അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ആ നിലയിലാണ് അവരതിനെ ന്യായീകരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതിനൊരു നല്ല ഉദാഹരണം ഇവിടെ കാണുവാൻ കഴിയും. അങ്ങനെ അവരിരുവരും വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി. അടുത്ത സംഭവം അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ശരിക്ക് ഒരു സുവിശേഷം ഒരു വ്യക്തിയോട് എങ്ങനെ പങ്കുവെക്കാൻ കഴിയും എന്നുള്ളതിന് പുതിയ നിയമത്തിൽ ഒരു നല്ല എക്സാമ്പിളാണ് ഫിലിപ്പോസ് ഈ ഷണ്ഡനുമായി കഴിക്കുന്ന ഈ കാര്യം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു തീരുമാനത്തിലേക്ക് നടത്തുവാൻ. നമ്മൾ പലപ്പോഴും സുവിശേഷ വേലയിൽ വ്യക്തികളോട് സുവിശേഷമൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അവരെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ആ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പേ ആ ചിന്തകളെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കടന്നു വരും. ചിലപ്പോൾ വേറെ ഓരോ വിഷയങ്ങളിലേക്ക്. ഒരു ഉദാഹരണം ഞാൻ ഓർക്കാറുണ്ട്. ഞങ്ങൾ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ താമസിച്ച് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഈ തൃപ്പൂണിത്തറ ഒരു ആയുർവേദ കോളേജുണ്ട്. ആയുർവേദ കോളേജിൻ്റെ ഭാഗത്ത് ഞങ്ങളിങ്ങനെ ട്രാക്റ്റ് ഒക്കെ കൊടുത്ത് വീടുകളൊക്കെ കയറി പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ആൾപ്പാർപ്പുള്ളതായിട്ട് തോന്നത്തില്ല ആ വീട് കണ്ടാൽ. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങളിങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഒരാൾ പറഞ്ഞു നമുക്കൊന്ന് കൊട്ടി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് കൊട്ടി നോക്കിയപ്പം അകത്തൊരു ശബ്ദം കേട്ടു. പെട്ടെന്നൊരു ഡോറ് തുറന്ന ഒരാൾ ഇറങ്ങി വന്നു. ഭയങ്കര ഒരു മനുഷ്യൻ. എന്ന് ചോദിച്ചാൽ എന്താ വന്നേ? അപ്പം ഞങ്ങൾക്ക് ആകെ ഒരു പരങ്ങൽ, അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ കിടപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു പരങ്ങൽ തോന്നി. ഞങ്ങൾ പറഞ്ഞിങ്ങനെ സുവിശേഷമൊക്കെ അറിയാം. അപ്പോൾ എന്ന് പറഞ്ഞു എല്ലാവരും കയറി വരാൻ പറഞ്ഞു. എല്ലാവരെയും കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴും ഞങ്ങൾക്കൊരു പേടിയായി. ഞങ്ങൾ ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ച് അകത്തോട്ട് കയറി ചെന്നപ്പം അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തി. ആദ്യം അദ്ദേഹം ആ ആയുർവേദ കോളേജിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം കോഴിക്കോടും ആ തെക്ക് വടക്കുന്ന കണ്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം അന്ന് രാവിലെ ട്രെയിനിൽ വന്ന് ഇറങ്ങി ഇച്ചിരി നേരം കിടന്നതാണ്. ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് കിടന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയാനായിട്ട് ഞങ്ങൾ ഈ പിള്ളേർ ചെല്ലുക. അദ്ദേഹം വന്നിരിക്കെ എന്താ പറയാമെന്ന് പറഞ്ഞു, തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ഓരോരുത്തരിക്കും തുടങ്ങി. ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഇങ്ങനെ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പാപം, മനുഷ്യരെല്ലാം പാവടപ്പുള്ളി നിന്നു. പാപം എന്നാൽ എന്ത് പറ, ഡിഫൈൻ ചെയ്യും പാപം. അപ്പം ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തോടൊന്നും ഇത് പറഞ്ഞൊന്നും ഒരു കാരണവശാലും ഞങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അടുത്തൊരു മണിക്കൂർ പാവം എന്താണെന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. അപ്പോൾ ഈ കാര്യം അദ്ദേഹം ഈ ആയുർവേദത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ദോഷം എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂർ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണിച്ച് നമ്മളങ്ങ് മിണ്ടായിരുന്നാൽ മതി, നമുക്കറിയാൻ മേത്ത കാര്യമല്ലേ ഈ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഒരു മണിക്കൂർ അദ്ദേഹം പറഞ്ഞ് ഇന്നിങ്ങനെ കേൾക്കണമെന്ന് ഒന്നും നമുക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അടുക്ക വരുന്ന വ്യക്തികൾ അത് ആരാണെന്ന് മനസ്സിലാക്കി അവരോട് ദൈവവചനം പങ്കുവെക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, നമ്മൾ സന്ധിക്കുന്ന മനുഷ്യർ, നമ്മൾ ചെല്ലുന്ന ഒരാൾ അവരെങ്ങനെയുള്ളവരാണ്, ഏത് നിലയിലുള്ളവരാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരി നമുക്ക് വലിയ അറിവുണ്ടായതുകൊണ്ടൊന്നുമല്ല. ഞാനവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്, നമ്മുടെ അറിവിനേക്കാൾ ഉപരിയായി ഒരുപക്ഷെ ആ വ്യക്തിയോട് യേശുവിനെ പരിചയപ്പെടുത്തുക. നമ്മളെക്കാൾ അറിവുള്ള വ്യക്തിയായിരിക്കാം, കഴിവുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ അമ്പരന്ന് പോകും. എന്ത് ചെയ്യുമെന്ന് നമ്മൾ അമ്പരന്ന് പോകുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ടത്, ഒരു വ്യക്തിയെ കർത്താവ് രക്ഷിക്കുവാൻ ആഗ്രഹിച്ചാൽ നമ്മെ ഒരു മുഖാന്തരമായി ദൈവം ഉപയോഗിക്കും. യേശുവിനെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തുന്നു. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കഴിവല്ലത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് ആളാമ്പ്രതി സുവിശേഷ വേലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. യേശുവും ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ സുവിശേഷത്തിലേക്കും അവിടെ ജീവിതത്തിലേക്കും കർത്താവ് വിരച്ചുണ്ടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് വളരെ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശമരിയക്കാരി സ്ത്രീ തന്നെ അവൾ അതിൽ നിന്ന് തിരിക്കുന്നു എന്നതിനേക്കാൾ പിശാച് അവളെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ കർത്താവ് വീണ്ടും ആ പോയിന്റിലേക്ക് തന്നെ വന്ന് അവളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അനുഭവം അവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ വാദപ്രതിവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ നമ്മുടെ അറിവ് പങ്കുവെക്കുവാനോ ഒക്കെയുള്ള സമയങ്ങളായിട്ട് അത് വേർതിരിക്കുമ്പോൾ പലപ്പോഴും അതിന് റിസൾട്ട് ഇല്ലാതെ പോകും. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം ഒരു വ്യക്തിയോട് അറിയിക്കുമ്പോൾ ആ വ്യക്തി ഒരു തീരുമാനത്തിലേക്ക്,
പല സന്ദർഭങ്ങളിലും നേരെ തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ഭവനങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരിക്കലും സുവിശേഷത്തിന് ഒരു റിസപ്റ്റീവ് അല്ലല്ലോ എന്ന് ചിന്തിക്കും. എന്നാൽ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മളറിയാതെ അവർ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നതും കർത്താവിനെ വ്യക്തിപരമായി സ്വീകരിച്ച് ഏറ്റുപറയുന്നതും കണ്ടിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ ബുദ്ധിക്കപ്പുറത്തായി സാക്ഷാൽ യേശുവിനെ നാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ വ്യക്തി കർത്താവിനെ കൈക്കൊണ്ടുവെന്ന് മാത്രമല്ല, അവൻ സ്നാനമേറ്റൊരു ദൈവവൈതലായിട്ട് അവൻ മാറുന്നു. ഇത് നല്ലൊരു ഉദാഹരണമാണ്. നമ്മളടുത്തായിട്ട് നമ്മളവിടെ വായിക്കുന്നത് മൂന്നാമത് ദൈവം എങ്ങനെ ഫിലിപ്പോസിനോട് ഇടപെട്ടു എന്ന് നമ്മൾ വായിച്ച ആ വാക്യമാണ്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പഴയ നിയമത്തിൽ ഇതിനോട് സമാനമായി നമ്മൾ ഏലിയാവിൻ്റെ അനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏലിയാവിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്നൊക്കെ എഴുതിയ ഭാഗങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ആധുനിക ചിന്താഗതിക്കാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവം ഫിലിപ്പോസിന് വേറൊരു നിയോഗം നൽകിയെന്ന് ചിന്തിച്ചാൽ മതി. ആത്മാവ് അങ്ങനെ എടുത്തുകൊണ്ട് പോകും ഒരാളെ, ഒരു സൂപ്പർസോണിക്കായിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതാണോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്കവിടെ ഉണ്ടാകാം. അപ്പം ഒരു കൂട്ടർ അതിനെ ന്യായമായി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്, വേറൊരു നിയോഗം ഫിലിപ്പോസിന് ദൈവം കൊടുത്ത് അസ്തോദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ദൈവം അയച്ചു എന്ന് ചിന്തിച്ചാൽ മതി എന്ന് കരുതുന്നവരുണ്ട്. എന്തായിരുന്നാലും അവിടെ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. എന്നാൽ ദൈവവചനം വിശ്വസിക്കാൻ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ഉദ്ധരണികളിൽ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 16-ാം അധ്യായം, 2 രാജാക്കന്മാർ 2-ാം അധ്യായം, ഇതിലൊക്കെ നമ്മൾ ആത്മാവ് ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ഇതിൻ്റെ ഇൻസിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ദൈവവചനത്തിൽ ഇതിൻ്റെ ഇൻസിഡൻസ് ഉണ്ട്. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് പോയി. ഷണ്ണനെ കുറിച്ച് പറയുക, അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്നവിടെ പറയുന്നുണ്ട്. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് കണ്ടു. ഷണ്ണൻ കൂടില്ല, പക്ഷേ യേശുവിനെ തനിക്ക് ലഭിച്ചു. യേശു തൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടുള്ള ഒരു സന്തോഷം. ഇതേ റിസൾട്ട് തന്നെയാണ് ശമരിയ പട്ടണത്തിലും ഉണ്ടായത്. ശമരിയ പട്ടണം സന്തോഷിച്ചെന്നാല് അവൻ്റെ എൻഡ് റിസൾട്ട് അതാണ്. കർത്താവിനെ കിട്ടിയത് കൊണ്ട് അവർ സന്തോഷിച്ചു. ഇവിടെയും ഷണ്ണന് പിന്നീട് ഫിലിപ്പോസിനെ കണ്ടില്ല, പക്ഷേ അവന് കർത്താവിനെ കിട്ടി. അവൻ സന്തോഷിച്ച് സുഡാനിലേക്കല്ല അവൻ്റെ രാജ്യത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ചെന്ന് കർത്താവിൻ്റെ വചനം സാക്ഷിക്കുവാൻ ദൈവം അവനെ ബലപ്പെടുത്തിയെന്നാണ്. അങ്ങനെയാണ് ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ അന്യദേശത്തുള്ള ഒരു വ്യക്തിയെ കർത്താവ് കൃപയിലേക്ക് നയിക്കുകയും താൻ മുഖാന്തരം ആ ദേശത്ത് സുവിശേഷം എത്തുവാനിടയായി. ഫിലിപ്പോസിനെ കുറിച്ച് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ സഞ്ചരിച്ച് പിന്നെയും പല പട്ടണങ്ങളിൽ സുവിശേഷം അറിയിച്ച് അവസാനം എവിടെ എത്തി? കൈസരിലെത്തിയെന്ന് പറയാൻ കാരണം പിന്നെ 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഫിലിപ്പോസിൻ്റെ വീട് കൈസരിലെത്തിയതിനു ശേഷം വന്ന സമയത്ത് വീട് വെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും കുറെ കഴിഞ്ഞപ്പോൾ കൈസരിയെ വന്നു കഴിഞ്ഞ് ഒരു വീട് ആര് വെച്ചു? ഫിലിപ്പോസ് വെച്ച് അവിടെ പാർത്തു എന്നാണ് 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്ന. കൈസരിയിൽ ഫിലിപ്പോസിൻ്റെ സ്ഥലമായിരുന്നു, അവിടെ വീടുണ്ടായിരുന്നെന്നാണ്. അപ്പം ഇങ്ങനെ പല പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ച് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം പറഞ്ഞു, ഇനിയും ഒരു സ്ഥലത്തങ്ങ് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈസരിയിൽ ചെന്നപ്പോൾ കർത്താവ് ഒരു വീട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കർത്താവ് ഒരു വീട് ഫിലിപ്പോസിന് നൽകി. അങ്ങനെ ഇതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഏറ്റവും ഈ ഒരു ചരിത്ര സംഭവം നമ്മൾ മനസ്സിലാക്കുന്നതിനോടുപരി തന്നെ ഈ 2 ഇൻസിഡൻറ്റ്, ഒന്ന് ഫിലിപ്പോസ് തന്നെയാണ് അല്പം മുമ്പ് ശമരിയ പട്ടണത്തിൽ മാസ് ഇവാഞ്ചലിസം, ഒരു വലിയ സമൂഹത്തോട് ദൈവവചനം പ്രസംഗിച്ചത്. അതിൻ്റെ മെഴുതയുടെ എന്തായിരുന്നു? അവരോട് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെ നടന്നു ഫിലിപ്പോസിൻ്റെ കയ്യാൽ, ഇല്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു, ജനം കണ്ടു, വലിയൊരു കൂട്ടം മുന്നോട്ട് വന്നു, അവർ മാനസാന്തരപ്പെട്ടു, അവർ ദൈവമക്കളായി മാറി. ഇതേ ഫിലിപ്പോസിനോടാണ് കുറച്ച് കഴിഞ്ഞപ്പം കർത്താവിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, നീ എങ്ങോട്ട് പോകണം? ദൈവാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ഒരു നിർജ്ജന പ്രദേശത്തോട്ട് പോകണം. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ദൈവദാസന്മാർ ക്ലാസ് എടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഈ ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ നല്ല ഫലകരമായ ഒരു സ്ഥലത്തു നിന്ന് ഇതുപോലെ ആരും ഇല്ലാത്തടത്തോട്ടൊക്കെ പോകാനായിട്ട് നിയോഗമുള്ളവർക്കേ പറ്റത്തുള്ളൂ എന്ന് ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളോട് പറയാറുണ്ട്. കാരണം എന്താ, ഒരു നല്ല ഫലപ്രദമായ അല്ലേ പോട്ടെ, ഒരു നല്ല സഭയിലൊക്കെ ഇരിക്കുന്ന ആളിനെ ഒരു സഭയില്ലാത്തൊരു പുതിയ സ്ഥലത്തോട്ട് അയക്കുമ്പം അവിടെ നിശ്ചയമായിട്ടും ദർശനവും കാഴ്ചപ്പാടും ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു ഉപദേശം കൂടാതെ കേട്ടോ. എല്ലാവരും പറയും അവിടെ ആരുമില്ല, ഞാൻ ഇത്രയും നല്ല വേല ചെയ്തുകൊണ്ടിരുന്നല്ലേ എന്ന് പറയും, ഇല്ലേ? പക്ഷേ ഇത് നോക്കിയേ, ഈ ഫിലിപ്പോസ് പോകാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ ബിസിനസ്സുകാരുടെ ഇടയിലും സാധാരണ ഒരു ഉദാഹരണം
കോമണായിട്ടൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു ചെരുപ്പ് വ്യവസായി ഒരു സ്ഥലത്തോട്ട് ഒരാളെ നിയോഗിച്ചു. അദ്ദേഹം ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ദേശക്കാരും എന്ത് ചെയ്യുന്നില്ല, ചെരുപ്പ് ധരിക്കുന്നില്ല. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, പിന്നെ നമ്മുടെ ചെരുപ്പൊന്നും ഇവിടെ ചിലവാകത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരാളെ അങ്ങോട്ട് നിയോഗിച്ചു, എന്നാൽ നീ പോകണ്ട, വേറൊരാളെ ചോദിച്ചു. അവൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ചെരുപ്പ്, അദ്ദേഹം വിളിച്ച് തിരിച്ചു പറഞ്ഞു, ഇവിടെ വളരെ സാധ്യതയുണ്ട്. കാരണം എന്താ, ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല, നമുക്ക് ഒത്തിരി സാധ്യതയുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് ശുശ്രൂഷയിൽ വളരെ ബാധകമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. കാഴ്ചപ്പാടുണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഈ ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ രണ്ടിടത്തും സെയിം മെസ്സേജാണ്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. രണ്ടിടത്തും സെയിം മെസ്സേജാണ്. 12-ാം വാക്യവും 35-ാം വാക്യവും നിങ്ങൾ നോക്കിയാൽ രണ്ടിടത്തും വലിയ ആൾക്കൂട്ടത്തെ കണ്ടപ്പോഴും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഫിലിപ്പോസ് പറഞ്ഞത്. ഒറ്റ ഒരാളെ കിട്ടിയപ്പോഴും അവിടെയും പറഞ്ഞ സുവിശേഷം കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം. 12-35 രണ്ടിടത്തും സെയിം റെസ്പോൺസാണ്. 12-ാം വാക്യവും 36 മുതൽ 38 വായിച്ചാലും രണ്ടിടത്തും സെയിം റെസ്പോൺസാണ്, സെയിം റിസൾട്ടാണ് രണ്ടിടത്തും. 8-ാം വാക്യവും 39-ാം വാക്യവും വലിയ ജനക്കൂട്ടത്തിനും ശമരിയ പട്ടണം സന്തോഷിച്ചു. 39-ാം വാക്യത്തിൽ ഫിലിപ്പോസ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലും സന്തോഷമുണ്ടായി. ഇനിയും ഈ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം, ഈ ഷണ്ണനെ സംബന്ധിച്ചും ശമരിയാക്കാരെ സംബന്ധിച്ചുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. രണ്ടു കൂട്ടരും സുവിശേഷം കൈവരിച്ചെങ്കിലും രണ്ടും വളരെ വ്യത്യസ്തരാണ്. ശമരിയാക്കാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ഞാൻ പറഞ്ഞു, അവർ യഹൂദന്മാരല്ല, സങ്കരജാതിയാണ്, സാധാരണ ജനങ്ങളാണ്, ഓർഡിനറി സിറ്റിസണാണ്. ഇനിയും ദൈവവചനത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു മനസ്സിലാക്കണം. ശമരിയര് മോശയുടെ പഞ്ചപുസ്തകങ്ങൾ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ പ്രവാചകന്മാരെ അവർ വിശ്വസിക്കുന്നില്ല. ഫിലിപ്പോസ് യെശയ്യാപ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്. ആ പുസ്തകം ആരും വിശ്വസിക്കുന്നില്ല. ശമരിയ ജാതി പ്രവാചക പുസ്തകങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. മോശയുടെ പഞ്ചപുസ്തകം മാത്രമേ അവർ വചനമായിട്ട് അവർ സ്വീകരിച്ചിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഈ ജനങ്ങൾ തമ്മിലുണ്ട്. ഇനി നമ്മൾ ഈ ശമരിയ ജാതിയെക്കുറിച്ച് വായിക്കുന്നത് ഇവരിങ്ങനെ പല വിശ്വാസങ്ങൾക്കും അടിമപ്പെട്ടവരായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. അവിടെ ശീമോൻ എന്ന് പറയുന്നൊരു വ്യക്തി ചെന്ന് ആഭിചാരമൊക്കെ ചെയ്തപ്പോൾ അവനെ അവർ ശ്രദ്ധിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അൺസ്റ്റേബിളാണ്. ഒരു ദിവസം ഒന്ന് കേട്ടാൽ അതിൻ്റെ പുറകിന് പോകും, കുറച്ച് കഴിയുമ്പം വേറൊന്നിൻ്റെ പുറകിൽ പോകുന്ന ഒരു സങ്കര ജാതിയായിരുന്നു ഈ ശമരിയർ. എന്നാൽ എത്യോപ്യക്കാരനായ ഈ ഷണ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതൊരു പബ്ലിക് സെർവൻ്റാണ്, ഉന്നത റാങ്കിലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം യഹൂദ മതം സ്വീകരിച്ച വ്യക്തിയോ അല്ലെങ്കിൽ യഹൂദ മതത്തിൽ പിറന്നവനോ ആയിരിക്കാം. 2, അദ്ദേഹം ഒരു പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നും നടന്നില്ല. വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന, ശാന്തമായി വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അത് പൊരുൾ തിരിച്ചു കൊടുക്കാൻ ദൈവം ഫിലിപ്പോസിനെ, അല്പം മുമ്പ് ശമരിയയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഈ ഫിലിപ്പോസിനെ ശാന്തമായി പേഷ്യൻ്റായിട്ട് സഹിഷ്ണുതയോടെ വചനം തെളിയിച്ചു കൊടുക്കാൻ ഈ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഈ ഷണ്ണനെ അടുക്കിലേക്ക് നിയോഗിക്കുകയാണ്. അത് ഒരു തീരുമാനത്തിലേക്കും കർത്താവിൻ്റെ കൃപയിലേക്കും അവനെ നയിക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ രണ്ടിടത്തും ഒരേ സുവിശേഷം പങ്കുവെക്കുന്നു. ഈ 2 അനുഭവങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, വ്യക്തിപരമായ സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൽ ഇന്ന് നമ്മൾ അവലംബിക്കുന്ന 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, നമുക്കറിയാം ഇവിടെ മെത്തേഡ്സിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് ഇവാഞ്ചലിസത്തിൽ ഉപയോഗിച്ച രീതിയല്ല പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ ഉപയോഗിച്ചത്. ആ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ദൈവവചനം സംസാരിച്ചു, അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങളുണ്ട്, ജനം മുന്നോട്ട് വരുന്നു, എന്നാൽ അതേ രീതിയല്ല ഈ ഷണ്ണനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചത്. മെത്തേഡ്സിൽ വ്യത്യാസമുണ്ട്. സാഹചര്യം അനുസരിച്ച് നമ്മുടെ രീതികളിൽ മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, മാറ്റമില്ലാത്തൊരു കാര്യം ഇതിൽ രണ്ടിലുമുണ്ട്, അത് സുവിശേഷമായിരുന്നു. ദൈവമക്കളെ, എപ്പോഴും നമ്മൾ മനസ്സിലാകും, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ചിലതുണ്ട്. രീതികളിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ മാറ്റത്തിന് വിധേയരാണ് മനുഷ്യർ. എന്നാൽ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ ഇവാഞ്ചലിസം, ഞാൻ ആരംഭത്തിലെ മുഖവര പറഞ്ഞതാണ്, നമ്മളെല്ലാവരും സുവിശേഷകരാണ്. അതിന് കർത്താവ് നമുക്ക് തൻ്റെ വചനത്തിലൂടെ തന്നിരിക്കുന്ന 2 ബെസ്റ്റ് എക്സാമ്പിളാണ് യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചതും ഫിലിപ്പോസ്
ഷണ്ണനോട് സംസാരിച്ച് ഈ രണ്ടു ഭാഗവും അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ധ്യാനമായിരിക്കണം. കാരണം യേശുവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കുന്നതിൽ, സുവിശേഷം പങ്കുവെക്കുന്നതിൽ നമുക്ക് ദൈവവചനം നൽകുന്ന മാതൃകയെക്കാളും വലിയൊന്നുമില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞ 4 പോയിന്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ഈ ഷണ്ണനോടുള്ള ബന്ധത്തിൽ പറയാം. ഒന്ന്, നേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറയാം. അതായത് നമ്മളൊരു മനുഷ്യരെ കാണുന്ന പോലല്ല. ഈ തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ഒരു മനുഷ്യരെ നമ്മൾ പുറമേ കാണുന്ന പോലല്ല, ചേർന്ന് നടക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ കോപിഷ്ഠരായിരിക്കുന്ന മനുഷ്യർ കാണും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവർ കാണും. നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴേ ആ വ്യക്തി ആരാണെന്ന് അറിയത്തുള്ളൂ. പുറമേ ഒരു പക്ഷേ അവർക്ക് കുഴപ്പമില്ലെന്നോ പ്രശ്നമില്ലെന്നോ ഒക്കെ തോന്നിയാലും നമ്മൾ ഇടപഴകുന്ന അനുസരിച്ച് അവർ നമ്മളോട് ഓപ്പൺ ആകും. അന്നേരമാണ് നമുക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നത്. അത് വ്യക്തിപരമായ സുവിശേഷത്തിൽ വളരെ പ്രാധാന്യം പറയും. 2, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ആണ് എന്നാ ചോദിച്ചത്. ഒരു കുശല പ്രശ്നത്തിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. വേണമെങ്കിൽ ഈ ഷണ്ണൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, എങ്ങോട്ടാ പോകുന്നത്, എന്നെ കൂടെ ഒന്ന് മനസ്സിലായില്ല. അതും ഒരു ചോദ്യമല്ലേ. ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്ക് ഷണ്ണനും നടന്നു പോവുക. അപ്പോൾ വേണമെങ്കിൽ ഈ എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തോട് ചോദിക്കായിരുന്നു, ഇങ്ങനൊരു ചോദ്യം ചോദിക്കരുതോ, എന്നെ കൂടെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോകോ എന്ന് ചോദിക്കുക. പക്ഷെ അതല്ല ചോദിച്ചത്. അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. ഇദ്ദേഹം യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നതെന്ന് കേട്ടു. ചോദിച്ച ചോദ്യം ഇതാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അവിടെ ഒരു പരിചയപ്പെടൽ നടക്കുന്നു. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കി ചോദ്യങ്ങളിലൂടെ ആ വ്യക്തിയെക്കുറിച്ചും അവൻ്റെ സാഹചര്യത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയുവാൻ ഉള്ള സമയമെടുക്കുന്നു. സജീവമായൊരു ബന്ധം ഉടലെടുത്തതിന് ശേഷമാണ് യേശുവിനെക്കുറിച്ച് ആ വ്യക്തിയുമായി. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തകൻ പറയുന്നത്, ഒരിക്കലും ഒരു ഫുഡ് പാക്കറ്റ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന പോലല്ല സുവിശേഷം. അങ്ങനെ അത് സാധിക്കണമെന്നില്ല. എന്നാൽ ആളം പ്രതിയായ സുവിശേഷീകരണത്തിൽ ആ ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 2:31 വാക്യത്തിൽ ഈ ഷണ്ണൻ തന്നെയാണ് അദ്ദേഹത്തെ അംഗീകരിച്ച് അദ്ദേഹം ക്ഷണിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നതിനേക്കാൾ അങ്ങനെ ഒരു സമീപനം നിശ്ചയമായിട്ടും നമ്മുടെ ദൈവവചനം പങ്കുവെക്കുന്നതിൽ വളരെ ആവശ്യമാണ്. ഹൃദ്യമായ സമീപനം അതിന് നമ്മെ സഹായിക്കുന്നു. 4, തിരുവെഴുത്ത് ആധാരമാക്കി യേശുവിനെ അറിയിച്ചു എന്നാണ് 35 നമ്മൾ കാണുന്നത്. അപ്പം യേശുവിനെ പരിചയപ്പെടുത്തുന്നതാണ് സുവിശേഷ വേല എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷം. 5-ാമതായി നമ്മൾ കാണുന്നത് ദൈവവചനത്തിന്റെ പ്രസക്തി. അത് യെശയ്യാപ്രവചനത്തിലെ ഭാഗമായിരുന്നാലും വേദപുസ്തകം എവിടെ നോക്കിയാലും ഏത് ഭാഗം നമ്മൾ എടുത്താലും അവിടെ നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ കഴിയും. ശരിയാണോ ഞാൻ പറയുന്നത്? വേദപുസ്തകത്തിന്റെ ആദ്യത്തെ താൾ മുതൽ അവസാന താൾ വരെയും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ മശിഹായ കർത്താവാണ്. ആ കർത്താവിനെ പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പിന്നീട് കാണുന്നത് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി ശരിയായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ നമുക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ആളമൃതി സുവിശേഷ വേലയ്ക്ക് അനുഗ്രഹീതമായ ഒരു ഉദാഹരണമാണ് നമ്മളിന്ന് രാത്രി ചിന്തിച്ചത്. ഇതിലെല്ലാം ഉപരിയായി നാം മനസ്സിലാക്കേണ്ടത് ഫിലിപ്പോസിന് ലഭിച്ച ഒരു ആത്മനിയോഗമാണ് അവനെ ആ ശുശ്രൂഷയ്ക്കായി നടത്തിയത്. ഒരുപക്ഷെ ആ ആത്മനിയോഗത്തോടെ പോയതുകൊണ്ടാകാം ഫലവത്തായ ഒരു പ്രവൃത്തിക്ക് തനിക്ക് കഴിഞ്ഞത് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ടാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ദൂതൻ നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ അയച്ചു. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മനിയോഗമുള്ളവരായി നമ്മുടെ ജോലി സ്ഥലത്തോ പ്രവർത്തന മേഖലയിലോ എവിടെയായിരുന്നാലും ആത്മനിയോഗത്തോടൊരു ജീവൻ നയിക്കാൻ, കർത്താവിൻ്റെ ഒരു സാക്ഷിയായിരിക്കാൻ, ചിലരെ യേശുവിനെ പരിചയപ്പെടുത്താൻ, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ സഹായിക്കട്ടെ. ഈ വചനധ്യാനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ,